എൻ്റെ സ്വന്തം പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ തുടങ്ങട്ടെ. നമുക്കറിയാം, കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ, പലവിധ അക്രമ സംഭവങ്ങൾ, അതിനൊക്കെ പിന്നിലും ഒട്ടുമിക്കതിൻ്റെയും പിന്നിൽ മയക്കുമരുന്നുകളുടെ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ സാന്നിധ്യവും നമ്മൾ അറിയുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളും കുറച്ചൊരു ഭീതിയോടുകൂടി തന്നെയാണ് നമ്മുടെ നാളെകളെക്കുറിച്ച് ആലോചിക്കുന്നത്. നാളെ എന്താവും എൻ്റെ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരവസ്ഥ എന്നൊരു ചിന്ത, ഒരു പേടി എല്ലാവർക്കും ഉണ്ട് സത്യം. പക്ഷേ അതിനോട് ഞാൻ ഒന്നുകൂടെ ചേർത്ത് വെക്കുന്നു, പത്രമാധ്യമങ്ങളിലൂടെ പുറത്തേക്കെത്തുന്ന വാർത്തകൾ മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ. അതിനേക്കാളും എത്രയോ മടങ്ങ് വാർത്തകൾ ഞങ്ങൾ അറിയുന്നുണ്ട്. ഇനി അതിനേക്കാളും എത്രയോ മടങ്ങ് വാർത്തകളാണ് ഞങ്ങളും നിങ്ങളും അറിയാതെ പോകുന്നത്, അല്ലെങ്കിൽ വീട്ടകങ്ങളിൽ തന്നെ കുഴിച്ചു മൂടപ്പെടുന്നത് എന്നുള്ളൊരു സത്യം മറക്കാൻ പറ്റില്ല. കാര്യം ഒന്നുകിൽ മക്കളെ ഭയന്ന്, അല്ലെങ്കിൽ മക്കളുടെ ഭാവിയെ ഭയന്നുകൊണ്ട് വീട്ടിനുള്ളിൽ തന്നെ ആരോടും പറയാതെ കുഴിച്ചു മൂടപ്പെടുന്ന ഇങ്ങനെയുള്ള വാർത്തകൾ നിരവധിയാണ് എന്നുള്ളൊരു സത്യം. ഒട്ടുമിക്ക രക്ഷിതാക്കളും ഞങ്ങളെ വിളിച്ച് മക്കൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് പറയുമ്പോഴും അവസാനം ഞങ്ങളോട് എല്ലാവരും പറയുന്നൊരു വാക്കുണ്ട്, സാറേ നിങ്ങളെൻ്റെ കുട്ടീനെ ഒന്നും ചെയ്യരുത് കേട്ടോ സാറേ. അതെല്ലാവരും അതാ പറയാറ്. കാര്യം ഞങ്ങൾ കാക്കിയിടുന്നവരാണ്. നിയമപരമായിട്ട് എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊരു പേടി ഏതൊരു രക്ഷിതാവിനും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം സത്യമാണ്, മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് വീട്ടിനുള്ളിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമായിട്ട് രക്ഷിതാക്കളും മറ്റ് ബന്ധുക്കളുമൊക്കെ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനും എക്സൈസ് ഓഫീസും കയറി ഇറങ്ങാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നമ്മുടെ ജയിലുകൾ മതിയാകാതെ വരുമെന്നുള്ളൊരു സത്യമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, എന്ന് മുതലാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മയക്കുമരുന്നുകളൊക്കെ പെരുകാൻ തുടങ്ങിയെന്ന്? പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ എന്ന് മുതലാണ് നമ്മുടെ നാട്ടിലെത്താൻ തുടങ്ങിയെന്നുള്ളത് കൃത്യമായിട്ടൊരു ഉത്തരവുണ്ട്. കോവിഡിന് ശേഷമാണ്. കോവിഡിന് ശേഷമാണ് എന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം എൻ്റെ അനുഭവം വെച്ചിട്ടാണ്. കാര്യം 23 കൊല്ലമായി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, 15 കൊല്ലത്തോളമായിട്ട് ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുന്ന ഒരാളാണ് ഞാൻ. ഈ 23 കൊല്ലത്തിൻ്റെ ഇടയിലും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൂടി എൻ്റെ ജീവിതത്തിൽ 2020 തുടക്കം വരെയും ഞാൻ നേരിട്ട് കണ്ട മയക്കുമരുന്ന് എന്ന് പറയുന്നത് ഒരു കഞ്ചാവ് മാത്രമായിരുന്നു. 2020 തുടക്കം. കാര്യം മറ്റു മയക്കുമരുന്നുകളൊന്നും ഞങ്ങൾക്ക് കേസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇന്ന് നമ്മുടെ നാട്ടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ എന്തൊക്കെ മയക്കുമരുന്നുണ്ടോ അതൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും സുലഭമാണ്. എന്തിന്? നമ്മുടെ UP സ്കൂളുകളിൽ പഠിക്കുന്ന ചെറിയ കൊച്ചു മക്കളിൽ നിന്ന് വരെ മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മയക്കുമരുന്നുകൾ കണ്ടെടുക്കുന്നു എന്ന് പറയുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതെന്താ ഇപ്പോൾ പുതുതായിട്ട് വന്നത് എന്ന് ചോദിച്ചാൽ ഞാനതിന് പേരൊന്നും പറയുന്നില്ല. കുട്ടികളൊക്കെ ഉള്ള വേദിയിൽ അതിൻ്റെ പേരും വിശദീകരിച്ചൊന്നും പറയുന്നില്ല. അതിനൊരൊറ്റ പേരാണ് ഞങ്ങൾ പൊതുവേ പറയുന്നൊരു പേര്, രാസലഹരി എന്നാണ്. സിന്തറ്റിക് ഡ്രഗ്സ്. കുറച്ച് കെമിക്കൽസും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ എവിടെയും ഉണ്ടാക്കാം. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇന്ന് ഇത് ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ ഇതുവരെ നമുക്ക് എക്സൈസിനോ പോലീസിനോ കിട്ടിയിട്ടില്ല. ഇനി അതുണ്ടാക്കാൻ അറിയാവുന്ന ആളുകൾ കൂടി നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയാൽ പിന്നെ നമ്മളൊക്കെ നാട് എവിടെ എത്തുമെന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു പേടി കൂടി ഉണ്ട് ഞങ്ങൾക്കൊക്കെ. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇത് പുറം നാടുകളിൽ നിന്ന്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിൽ നിന്നും വരികയാണ്. സത്യത്തിൽ ഈയൊരു ലഹരി വസ്തുക്കളുടെ, അതായത് ഈയൊരു പുതുലഹരിയുടെ അതുണ്ടാക്കുന്ന ചില പുതിയ പ്രശ്നങ്ങളും അത് നമ്മുടെ മക്കളിലേക്ക് എത്തുന്ന ചില പുതിയ വഴികളും അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട 1-2 കാര്യങ്ങളുമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഈ പുതുലഹരിയുടെ പുതിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, മുമ്പൊക്കെ ഞങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ 2020 മുമ്പ് നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അത് ഏത് പ്രായത്തിലുള്ള കുട്ടികളുമാകട്ടെ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുണ്ടാക്കുന്ന അസുഖങ്ങൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സത്യം പറയാലോ, ഇന്നുള്ളതിനേക്കാളും വലിയൊരു പ്രതീക്ഷ അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എൻ്റെ വാക്ക് കേൾക്കുന്ന കുട്ടികൾ ആരും ഇത് ഉപയോഗിക്കില്ല എന്നുള്ളതൊന്നുമല്ല. അതിനേക്കാളും ഉപരിയായിട്ടുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഇച്ചിരി കാലം കൂടെ ബാക്കിയുണ്ടല്ലോ എന്നുള്ളതായിരുന്നു. കുറച്ച് കാലം കൂടെ ബാക്കിയുണ്ടല്ലോ എന്നൊരു പ്രതീക്ഷ. കാര്യം അന്നുണ്ടായിരുന്ന ലഹരി വസ്തുക്കൾ എന്തൊക്കെയാണ്? സിഗരറ്റ്, ഹാൻസ്, പാൻപരാഗ്, മദ്യം, ഇങ്ങനെയുള്ള സാധനങ്ങൾ.
ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ കൂടി നമുക്ക് ജീവിതം കുറച്ചുകൂടെ ബാക്കിയുണ്ടായിരുന്നു എന്ന്. പെട്ടെന്നൊരു മരണമോ അവസാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഉണ്ടോ? ഇല്ല. നമുക്ക് നമ്മുടെ കുട്ടികൾ ആരെങ്കിലുമൊക്കെ അത് ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സമയവും കിട്ടിയിരുന്നു അന്ന്. ഇന്നതില്ല. ഒരു 4-5 കൊല്ലം അതിനപ്പുറത്തേക്ക് ജീവിതം തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന മയക്കുമരുന്നുകളാണിന്ന്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള ഒരു അവയവമാണല്ലോ ഈ പല്ല് എന്ന് പറയുന്നത്. പല്ല് പൊടിഞ്ഞു പോവുക അല്ലെങ്കിൽ ദ്രവിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? ദ്രവിച്ചു പോവുക. മെത്ത് മൗത്ത് എന്നൊരു അസുഖമുണ്ട്. ഈ ഒരു രാസലഹരി അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഒരിക്കൽ കൊടിയത്തൂർ എന്നുള്ളൊരു സ്ഥലത്ത് ഒരു NGO, ഒരു സംഘടന ഒരു ഡി അഡിക്ഷൻ ക്യാമ്പ് നടത്തി. ലഹരി വസ്തുക്കളുടെ ലോകത്തേക്ക് എത്തപ്പെട്ട ആളുകളെ തിരികെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തീർത്തും സൗജന്യമായിട്ട് നടത്തുന്ന ഒരു ഡി അഡിക്ഷൻ ക്യാമ്പായിരുന്നു. അവിടെ സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. അന്ന് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള 35 പേരുമായിട്ട് ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ടാണ് വിമുക്തി മിഷൻ്റെ ഭാഗമായിക്കൊണ്ട് എനിക്കൊരു അവസരം കിട്ടിയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ 35 പേരിൽ 29 പേര് മയക്കുമരുന്നിന് അടിമകളാണ്, 6 പേര് മദ്യത്തിന് അടിമകളാണ്. അന്ന് അവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു മെത്തുമൗത്തിനെ കുറിച്ച് അല്ലെങ്കിൽ പല്ല് പൊടിഞ്ഞു പോകുന്ന അസുഖത്തെക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിച്ചപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പയ്യൻ, അവന് 23 വയസ്സാണ്. അവൻ എഴുന്നേറ്റ് നിന്ന് 2 വിരൽ വെച്ചിട്ട് ഈ മേലെ ചുണ്ടൊന്നിങ്ങനെ പൊന്തിച്ച് കാണിച്ചു എന്നോട്. എന്നിട്ട് ചോദിച്ചു, സാറേ ഇങ്ങനെയാണോ സാറേ? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പലകപ്പല്ല് എന്നൊക്കെ പറയുമല്ലോ, വലിയ 3-4 പല്ല്. ഞാൻ നോക്കുമ്പോൾ ആ 3-4 പല്ല് കാണാനില്ല. അവിടെ ഒരു കുറ്റി പോലെ ഒരു വര പോലെ ദ്രവിച്ചു പോയിട്ടുണ്ട് പല്ലൊക്കെ. നമ്മുടെ ചെറിയ പൊടി മക്കൾക്ക് പുഴുപ്പല്ലൊക്കെ വന്നാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയായിരുന്നു. ഞാനന്ന് അവനോട് ചോദിച്ചു, ഈ എത്ര കൊല്ലമായിട്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? സാറേ 2 കൊല്ലം. വെറും 2 വർഷത്തെ ഉപയോഗം കൊണ്ട് നമ്മുടെ പല്ല് പോലും പൊടിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന മയക്കുമരുന്നുകൾ. കഴിഞ്ഞ വെക്കേഷനിൽ അധ്യാപകർക്കുള്ള ക്ലസ്റ്റർ ട്രെയിനിങ്ങിൽ ഞങ്ങളെ ക്ലാസ് എടുക്കാൻ വിളിച്ചിരുന്നു. മാഷന്മാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളുടെ ലഹരി ഉപയോഗം എങ്ങനെ അറിയാമെന്നുള്ളതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. തിരൂര് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർക്കുള്ളൊരു സെഷനിൽ ഞാൻ ഈ ഒരു വിഷയം സൂചിപ്പിച്ചപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു, സാറ് പറഞ്ഞ ആ ഒരു ക്യാമ്പിൽ രാത്രികളിൽ ഞാനും വളണ്ടിയറായിട്ട് വരാറുണ്ടായിരുന്നു സാറേ. പക്ഷെ സാറ് പറഞ്ഞ ആ പയ്യൻ ഉണ്ടല്ലോ, 23 വയസ്സുണ്ടെന്ന് പറഞ്ഞ ആ പയ്യൻ, അവനെ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ആ ക്യാമ്പ് പകുതി ആകുമ്പോഴേക്ക് തന്നെ അവിടുന്ന് ആകെ വയലൻ്റായിട്ട് അവസാനാവുന്ന ഇറങ്ങിപ്പോയി, ആകെ പ്രശ്നമൊക്കെ ആയി, അവൻ പിടുത്തം വിട്ടുപോയി. വെറും 2 വർഷത്തെ ഉപയോഗം കൊണ്ട് നമ്മുടെ പല്ല് പോലും പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന മയക്കുമരുന്നുകൾ. ഇനി ഇതിനേക്കാളും പേടിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ തീരുമാനിക്കാതെ, നിങ്ങൾ വിചാരിക്കാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് മയക്കുമരുന്നുകൾ എത്തൂ? ഉറപ്പാണോ? എന്ന് ഉറപ്പിക്കണ്ട. ഇന്നിപ്പോൾ നമ്മൾ തീരുമാനിക്കുക, നമ്മളറിയൊന്നും വേണ്ട, ആരെങ്കിലും തീരുമാനിച്ചാൽ മതി. കാലം അതാണ്. ആരെങ്കിലും തീരുമാനിച്ചാൽ മതി ആരുടെയെങ്കിലും ഉള്ളിൽ മയക്കുമരുന്നെത്താൻ. ഇപ്പം ഞാൻ തീരുമാനിക്കുകയാണ്, എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് മയക്കുമരുന്ന് എത്തിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് സെക്കൻഡുകൾ മതി. ഞാൻ നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരുന്ന സമയത്ത് എൻ്റെ വിരൽ അതിലൊന്ന് മുക്കി നിങ്ങളത് കുടിച്ചു, നിങ്ങളുടെ ഉള്ളിൽ മയക്കുമരുന്ന് എത്തി. എന്താ കാര്യം? ഞാൻ ഈ വിരൽ ആദ്യം മുക്കിയത് എവിടെയാണെന്ന് നിങ്ങൾ അറിയില്ല. എൻ്റെ വിരലിൻ്റെ നഖങ്ങൾക്കിടയിൽ ഞാൻ എന്താ ഒളിപ്പിച്ചതെന്ന് നിങ്ങൾ അറിയില്ല. കാര്യം ഇപ്പോൾ വളരെ കുറച്ച് അളവ് മതിയല്ലോ, അധികമൊന്നും വേണ്ടല്ലോ. ഓർമ്മയുണ്ടോ? 2020 മുമ്പ് ഞങ്ങൾ എക്സൈസും പോലീസും ഒക്കെ പിടിച്ചെടുക്കുന്ന മയക്കുമരുന്ന് കേസുകളിൽ ഞങ്ങൾ പിടിച്ചെടുക്കുന്ന മയക്കുമരുന്നുകളുടെ അളവ് കിലോ കണക്ക് മാത്രമായിരുന്നു അല്ലേ? ഇപ്പം എങ്ങനെ? കിലോ കണക്കുണ്ട്, പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട് ഗ്രാം കണക്കും മില്ലിഗ്രാം കണക്കുമാണ്. കേൾക്കാറില്ലേ? 1 ഗ്രാം പിടിച്ചു, 2 ഗ്രാം പിടിച്ചു എന്നൊക്കെയല്ലേ വാർത്തകൾ വരാറ്. 1 ഗ്രാം പിടിച്ചു എന്നൊക്കെ വാർത്തകൾ വരുമ്പോൾ ഇടയ്ക്ക് നമ്മളെ ഫ്രണ്ട്സ് വിളിച്ച് കളിയാക്കും. എടാ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ, 1 ഗ്രാമിനൊക്കെ എത്ര ബിൽഡപ്പ് കൊടുക്കണം എന്തിനാണെന്ന് ചോദിക്കാറുണ്ട് നമ്മളോട്. പക്ഷേ ഈ 1 ഗ്രാമിന് വീതം വെച്ച് റീറ്റെയിൽ പ്രൈസിലേക്ക് വരുമ്പോൾ ഏകദേശം 1 ഗ്രാം ഗോൾഡിൻ്റെ വില വരും. ആ 1 ഗ്രാം മതി 10-15 പേർക്ക് 4-5 ദിവസത്തേക്ക് ലാവിഷായിട്ട് മയങ്ങിക്കിടക്കാൻ. അത്രയും കുറഞ്ഞ അളവിൽ മതി എന്നതുകൊണ്ട് തന്നെ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും നിയമത്തിൻ്റെയും ഒക്കെ കണ്ണു വെട്ടിച്ചത് കൊണ്ടു നടക്കാനും വിതരണം ചെയ്യാനുമൊക്കെ എളുപ്പമാകുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് മയക്കുമരുന്നെത്തുന്നു.
ഒരു പെൺകുട്ടിക്ക് ശാരീരികമായിട്ട് അസ്വസ്ഥത തോന്നിയപ്പോൾ അവളുടെ അമ്മ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പരിശോധനയൊക്കെ കഴിഞ്ഞു, ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തു. മകളുടെ മുന്നിൽ വെച്ചിട്ടാണ് അമ്മയോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ മകള് ഗർഭിണിയാണ്. അന്ന് ആ പെൺകുട്ടി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഞാനതിനങ്ങനെ ആരുടെയും കൂടെ പോയിട്ടില്ലല്ലോ. സത്യമായിരുന്നു, പക്ഷെ ആരും അവളെ വിശ്വസിച്ചില്ല. ഇവളുടെ ബ്ലഡിൻ്റെയും യൂറിൻ്റെയൊക്കെ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് കാണിച്ചും കൊണ്ട് ഡോക്ടർ പറഞ്ഞു, ഇവള് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോഴും അവൾ പറഞ്ഞു, ഞാനിതൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് ഇവളോടും ഇവളുടെ കൂട്ടുകാരികളോടും അന്വേഷിച്ച് ഇതിൻ്റെ ഉത്തരവാദിയെ കിട്ടിയപ്പോൾ അത് അതിനേക്കാളും വലിയൊരു ട്രാജഡി, അത് അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി എന്നുള്ളതാണ്. ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്ന് അവൾ തന്നെ കരുതിയിരുന്ന അവളുടെ ഫ്രണ്ട് തന്നെ അതിന് കാരണക്കാരനായപ്പോഴും ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്, അമ്മ ഞാനതിന് അവൻ്റെ കൂടെയും എവിടെയും പോയിട്ടില്ല. സത്യമായിരുന്നു, പക്ഷെ അവളെ ആരും വിശ്വസിച്ചില്ല. എവിടെയോ വെച്ച് ജ്യൂസിലെന്തോ കലക്കി കൊടുത്തു, പിന്നെ നടന്നത് അവൾ അറിഞ്ഞില്ല. കാലം ഇതാണ്, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മക്കൾ പോലും അറിയാതെ നമ്മുടെ മക്കളുടെ ഉള്ളിൽ മയക്കുമരുന്നെത്തുന്ന കാലം. അത് ഐസ്ക്രീം രൂപത്തിലാകാം, മിഠായി രൂപത്തിലാകാം, ഏത് രൂപത്തിലുമാകാം. ജാഗ്രത പാലിച്ചേ പറ്റൂ, ജാഗ്രത പാലിച്ചേ പറ്റൂ. പക്ഷേ എന്താണെന്നറിയില്ല, നമുക്ക് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ഇടപെടാനോ മടിയാണ് സത്യം. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മയക്കുമരുന്ന് പെരുകുന്നതെന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചാൽ എനിക്കറിയാം നിങ്ങളുടെ മറുപടി എന്താവും എന്നുള്ളത്. സാറേ, നിങ്ങൾ എക്സൈസുകാരും പോലീസുകാരും ശരിയല്ലായിട്ടാ സാറേ. അതാണ് ആദ്യം പറയുക. കാര്യങ്ങൾ ആളെ പിടിച്ചുകൊണ്ട് ചെയ്യും, അപ്പം തന്നെ വിടുകയും ചെയ്യും. ഇതെല്ലാം നിങ്ങളൊക്കെ ചെയ്യണതല്ലേ സാറേ, അപ്പം പിന്നെ ഇതെല്ലാം അതിനപ്പുറത്ത് നടക്കൂലേ നമ്മുടെ നാട്ടിൽ? നമ്മളോട് ചോദിക്കും, പറയും. സത്യമാണ്, ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്, വിടാറുണ്ട്, സത്യം. അപ്പോൾ നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് പെരുകുന്നതിന് ഉത്തരവാദിയായിട്ട് ഒരാളെ ചൂണ്ടിക്കാണിച്ചാൽ മതിയെങ്കിൽ നിങ്ങൾ പറഞ്ഞോ എക്സൈസും പോലീസും ശരിയല്ല. അവിടെ ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്, നമുക്ക് നിയമത്തിൽ പറയുന്നതേ ചെയ്യാൻ പറ്റും. കുറഞ്ഞ അളവിലാണ് ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ പിടിച്ചെടുക്കുന്നത് എങ്കിൽ അവർക്ക് ജാമ്യം നൽകണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ടെങ്കിൽ ജാമ്യം നൽകുന്നേ ഉള്ളൂ കേട്ടോ, കേസ് ഇല്ലാതാവുന്നൊന്നുമില്ല. നമുക്ക് ജാമ്യം നൽകിയേ പറ്റൂ. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തൊരാളെ കിട്ടിയല്ലോ കുറ്റം പറയാൻ. എന്ത്, നമ്മുടെ നിയമം ശരിയല്ല സാറേ, നമ്മുടെ നാട്ടിൽ നിന്ന് നിയമം പോരാ. നിയമം പോരെങ്കിൽ പിന്നെ അതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? നിയമം ഉണ്ടാക്കിയ ആളുകൾ. അത് പുതിയ നിയമമൊന്നുമല്ല, പണ്ട് കാലം മുതലുള്ളതാണ്. സ്റ്റേറ്റും ഉണ്ട്, സെൻട്രലും ഉണ്ട്. അപ്പോൾ ഒക്കെ കൂടി നമുക്ക് എല്ലാവരും കുറ്റം പറയാം. പണ്ട് മുതൽ നമ്മളെ ഭരിച്ച കേന്ദ്രവും സംസ്ഥാനവും ഒന്നും ശരിയല്ല പറയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇടയ്ക്ക് നമുക്ക് നമ്മുടെ വീട്ടിലൊന്ന് കയറാലോ. നമ്മുടെ കുട്ടിയുടെ കയ്യിൽ നിന്ന് വലുതൊന്നും വേണ്ട ഒരു സിഗരറ്റ് കിട്ടി, നിങ്ങൾ എന്തു ചെയ്യും? നമ്മുടെ മകളുടെ കയ്യിൽ നിന്ന് ഒരു സിഗരറ്റ് കിട്ടി, ഞങ്ങൾ എന്തു ചെയ്യും? ഒന്നും ചെയ്യില്ല. ആദ്യം 4 അടിയാണ് സത്യം, പിന്നെ കുറേ ചീത്ത പറച്ചിലാണ്. പക്ഷെ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, നമ്മുടെ കുട്ടിയുടെ കയ്യിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതിൻ്റെ പേരിൽ അവനെ അല്ലെങ്കിൽ അവളെ ശിക്ഷിക്കുമ്പോൾ, അവരെ ശാസിക്കുമ്പോൾ, നമ്മുടെ നാട്ടിലിങ്ങനെ മയക്കുമരുന്ന് പെരുകുന്നതിൻ്റെ പേരിൽ എക്സൈസിനെയും പോലീസിനെയും നിയമത്തെയും സർക്കാരുകളെയും ഒക്കെ കുറ്റപ്പെടുത്തുമ്പോൾ ഒന്ന് സ്വന്തം മനസാക്ഷിയോടെ ഒന്ന് ചോദിച്ചു നോക്കുക, എൻ്റെ കുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കുന്ന ഇത്തരം ലഹരി വസ്തുക്കൾക്കെതിരെ ഇന്ന് ഈ ഒരു നിമിഷം വരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്നവരൊന്ന് കൈബന്ധിക്കുക. ലഹരിക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്നവർ, വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആരുമില്ല. അപ്പോൾ പിന്നെ എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, നമ്മുടെ മക്കളുടെ ജീവിതം ഇല്ലാതാക്കുന്ന ഇത്തരം ലഹരി വസ്തുക്കൾക്കെതിരെ ഇന്ന് ജീവിക്കുന്ന നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നാളെ ജീവിക്കേണ്ട എൻ്റെ കുട്ടി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കാനോ ശാസിക്കാനോ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത്? ഒരവകാശവും ഇല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരച്ഛനാണ് ഞാൻ. വലിയ കാര്യമൊന്നും വേണ്ട, എന്തെങ്കിലും ചെയ്യാമെന്നേ ഞാൻ ചോദിച്ചുള്ളൂ. നമുക്കതിന് പോലും പറ്റാറില്ല. കുറേ കാരണങ്ങളുണ്ട് നമുക്കത് പറയാൻ. നമ്മൾ ആദ്യം പറയും നമുക്ക് പേടിയാണ്. സത്യമാണ്, ഇതിന് പിന്നിലുള്ള മാഫിയ അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള ആളുകളെ നമുക്ക് പേടിയാണ്. അതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇത് നമ്മളെ ബാധിക്കാത്ത പ്രശ്നമുള്ളൂ എന്നുള്ളൊരു തോന്നല. അപ്പുറത്തെ വീട്ടിൽ ഓനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മളെന്തിനാ വെറുതെ ബുദ്ധിമുട്ടണേ, അത് അവനായി അവരുടെ പാടായി. പക്ഷെ ഒരു കാര്യം മറക്കണ്ട, ഇന്ന് അവനാണെങ്കിൽ നാളെ അത് നമ്മളാണ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയാണെന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ, ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ, കൊടുക്കുന്ന ആളുകൾ, വിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോ സ്വന്തക്കാരോ ബന്ധുക്കാരൊക്കെ ആവും. അപ്പോൾ പിന്നെ നമ്മളായിട്ട് എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നത്? പക്ഷേ എനിക്ക് പേടിയാണ്, ഇതൊന്നും എന്നെ ബാധിക്കാത്ത പ്രശ്നമാണ്, എൻ്റെ സ്വന്തമാണ്, ബന്ധമാണ്, സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞ് ഇത്തരം ലഹരി വസ്തുക്കൾക്കെതിരെ ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുമ്പോൾ അവിടെ ഒരു ചോദ്യം കൂടി പ്രസക്തി ഏറുന്നു. എന്ന് വരെ നമ്മളൊന്നും ചെയ്യാതെ നോക്കി നിൽക്കും? അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, എൻ്റെ കുട്ടി ഇത് ഉപയോഗിക്കുന്നവരെ.
നമ്മുടെ മക്കളൊക്കെ ഇത് ലഹരി വസ്തുക്കൾ എത്തുന്നത് വരെ മാത്രമേ ഉള്ളൂ നമ്മൾ നോക്കി നിൽക്കുക, അല്ലേ? നമ്മുടെ കുട്ടിക്ക് ആരെങ്കിലും ഒരാൾ ലഹരി വസ്തു കൊടുത്തു എന്ന് അറിഞ്ഞാൽ നിങ്ങൾ വെറുതെ നോക്കിക്കോ? ഇല്ല. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യും, സത്യം. അപ്പം എന്തുകൊണ്ട് ഇപ്പം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അറിയാതെയെങ്കിലും പറയേണ്ടി വരും. അങ്ങനൊരു പ്രശ്നം ഉണ്ടാവട്ടെ, എന്നിട്ട് അപ്പം ചെയ്താൽ മതിയല്ലോ. ഒരു കാര്യം ഞാൻ പറയുന്നു, കുറച്ച് എക്സൈസുകാരും പോലീസുകാരും മാത്രം വിചാരിച്ചാൽ നമ്മുടെ മക്കളെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു സത്യം. അത് ഞങ്ങളുടെ കഴിവുകേടോ പോരായ്മയായിട്ടൊന്നുമല്ല, ഇറ്റ്സ് എ ഫാക്റ്റ്. അതാണ് സത്യം. അത് നാടൊട്ടുക്ക് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഈ രാത്രി സമയത്ത് പോലും ലഹരിക്കെതിരെ സംസാരിക്കാനൊക്കെ എങ്ങനെ ഒരു വേദി പോലും ഉണ്ടാകാനുള്ളൊരു കാരണം. നാടൊട്ടുക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് സത്യം. അതിൻ്റെ ഗുണങ്ങൾ ഞങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കുറേ കേസുകൾ എക്സൈസും പോലീസും ഒക്കെ ഇങ്ങനെ എടുത്തു കൂട്ടുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എക്സൈസുകാരും പോലീസുകാരും കണ്ട് പണിയെടുക്കാൻ തുടങ്ങിയതുകൊണ്ടാണോ? അല്ല, അതിനേക്കാളും ഉപരിയായിട്ടുള്ളൊരു സത്യമുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് നാട്ടുകാരുടെ അടുത്ത് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ പിടിച്ചു വെച്ചുകൊണ്ട് ഞങ്ങളെ വിളിക്കുന്നു. എവിടെയെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഒപ്പിടാൻ വേണ്ടിയിട്ട്, സാക്ഷികളായിട്ട് ഒപ്പിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരന്ന് നടക്കാറുണ്ടായിരുന്നു ഒരു സമയത്ത്. ഇന്നിപ്പോൾ 2 ആൾ ഒപ്പിടാൻ വേണ്ടി പറഞ്ഞാൽ 10 ആൾ വരുന്നൊരവസ്ഥയുണ്ട് പലപ്പോഴും, പല സ്ഥലങ്ങളിലും. എല്ലാവരും റെഡിയാണ് ഞങ്ങളെ കൂടെ നിൽക്കാൻ. കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു നമ്മളും എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു സത്യം. ഇനി നമുക്ക് നമ്മുടെ മക്കളിലേക്ക് വരാം. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളിലേക്കുള്ള ഈ ഒരു പുതുലഹരിയുടെ ചില പുതിയ വഴികൾ എനിക്ക് പറയുന്നതിന് മുമ്പ് നമ്മുടെ വീടുകളെക്കുറിച്ച് പറയാതെ പോകാൻ വയ്യ. ഏറെ സങ്കടത്തോടെ തന്നെ പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഇന്ന് എത്രത്തോളം കുട്ടികൾ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്നുണ്ടോ അവരിലൊരു 70% കുട്ടികളും ലഹരി വസ്തുക്കളുടെ ലോകത്തേക്ക് എത്തപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഞാൻ അടങ്ങുന്ന ഈ ഇരിക്കുന്ന രക്ഷിതാക്കളാണ്. രക്ഷിതാക്കൾ എന്ന് ഞാൻ പറയാൻ കാരണം, ഒരിക്കലും നമ്മുടെ കുട്ടികളെ ഇത് കൊണ്ടു കൊടുക്കുന്നു എന്നോ പ്രോത്സാഹിപ്പിക്കുന്നു എന്നോ അർത്ഥമൊന്നുമില്ല. മറിച്ച് അതിനേക്കാളും വലിയൊരു സത്യമുണ്ട്. ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മളും നമ്മുടെ മക്കളും തമ്മിൽ വലിയൊരു അകലം കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് സത്യം. കുട്ടികളുടെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ രക്ഷിതാക്കൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സത്യം പറയാതെ വയ്യ. സാറേ, ഒരു കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നത് എങ്ങനെ അറിയാൻ പറ്റുക? എല്ലാവരും ചോദിക്കാറുണ്ട് ഞങ്ങളോട്. അതിനൊരൊറ്റത്തരേ ഉള്ളൂ, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മാറ്റങ്ങൾ അറിയുക, അവരുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമുള്ള മാറ്റങ്ങൾ അറിയുക. പക്ഷേ ഏറെ സങ്കടത്തോടെ പറയട്ടെ, ഇന്ന് ആ മാറ്റങ്ങൾ അറിയുന്നതിൽ രക്ഷിതാക്കൾ പരാജയപ്പെടുന്നു എന്നുള്ളൊരു സത്യം. എത്രയോ ആളുകളോ രക്ഷിതാക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കുട്ടി 1 വർഷത്തിലധികമായി അല്ലെങ്കിൽ 2 വർഷത്തിലധികമായി 1.5 വർഷത്തിലധികമായിട്ട് സിഗരറ്റും ഹാൻഡ്സൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എന്ന് ഒരു എക്സൈസുകാരൻ പറഞ്ഞിട്ട് രക്ഷിതാക്കൾ അറിയുമ്പോൾ അത് ആരുടെ പരാജയമാണ്? ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ, വീട്ടിൽ മക്കൾക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന എത്ര പേരുണ്ട്? ഇതിലൊന്ന് കൈപൊന്തിക്കുകയോ? ഒന്ന് ശരിക്കും പൊന്തിക്കോട്ടെ, ഒന്ന് കാണാൻ വേണ്ടി തന്നെയാണ്. ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ചൊക്കെ കാണുന്നുണ്ട്, കൈതാത്തിക്കും. സന്തോഷമുണ്ട്, കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര ആവേശത്തിൽ കൈയൊക്കെ പൊന്തിക്കുന്നുണ്ട്. സത്യം പറയട്ടെ, ഒട്ടുമിക്ക ആൾക്കാരതും ചെറിയ മക്കളാണ്. ഒട്ടുമിക്ക ആൾക്കാരതും ഞാൻ പറഞ്ഞുള്ളൂ. ചില ആളുകളൊക്കെ ഇടയ്ക്കൊക്കെ 1-2 ആൾക്കാരൊക്കെ ഞാൻ കണ്ടു, ചെറിയ മക്കളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, 15 കൊല്ലമായി ക്ലാസ് എടുക്കാൻ തുടങ്ങി അന്ന് മുതൽ ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കാറുമുണ്ട്. ഏറെ സങ്കടമാണ്. എന്താണെന്നറിയോ, ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് ഒരു LP സ്കൂളിലെ പേരൻസ് ആണെങ്കിലുണ്ടല്ലോ, 100% അമ്മമാരുടെയും അച്ഛന്മാരുടെയും കൈ പൊന്തും. ഒരാളുടെ കൈയും താവില്ല ഒരു LP സ്കൂളാണെങ്കിൽ. അതൊരു UP സ്കൂളിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു 70% രക്ഷിതാക്കളുടെ കൈയെ പൊന്തു. ഹൈസ്കൂളിൽ എത്തുകയാണെങ്കിൽ ഒരു 40% തികയില്ല. ഹയർ സെക്കൻഡറി ആണെങ്കിൽ ഒരു 10-15% അപ്പുറത്തേക്കില്ല. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ മക്കൾ വലുതാവുന്നതിനനുസരിച്ച് നമുക്കും നമ്മുടെ മക്കൾക്കും ഇടയിൽ വലിയൊരു അകലം കൂടിക്കൂടി വരുന്നു എന്ന് തന്നെയല്ലേ? ഒരു 3-4 മാസം മുമ്പ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. ക്ലാസ് തുടക്കത്തിൽ തന്നെ ഞാൻ മക്കളോട് ഇതേ ചോദ്യം ചോദിച്ചു, മക്കളെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന എത്ര പേരുണ്ട് ഇതിലെന്ന്? ഒരാളുടെ കൈയും പൊന്തിയില്ല. സത്യം പറയാനോ, എനിക്ക് അതിനേക്കാളും സങ്കടം വന്നത് അവസാനം ഒരു ചോദ്യം കൂടി ചോദിച്ചപ്പോഴാണ്. 1.5 മണിക്കൂർ നേരത്തെ സെഷൻ കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരത്തെ ഞാൻ മക്കളോട് ചോദിച്ചു, മക്കളെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, എന്തായാലും 1.5 മണിക്കൂർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കളിയും ചിരിയൊക്കെ ആയിട്ട് നമ്മൾ കുറേ നേരം പോയല്ലോ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് എനിക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യുമെന്ന് ചോദിച്ചു. സാറ് പറയാം സാറേ, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞാൻ വീണ്ടും ചോദിച്ചു, വീട്ടിൽ പോയിട്ട് ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുമോ? സങ്കടത്തോടെ പറയട്ടെ, ഒരാൾ പോലും ആന്ന് പറഞ്ഞില്ല. എന്താ ഉണ്ടാവുക? വീട്ടിൽ വന്നാൽ തലയും ചൊറിഞ്ഞിങ്ങനെ നിൽക്കും. അല്ല, ഇതിപ്പോൾ എങ്ങനെ കൊടുക്കുക? കുറേ നാളായിട്ട് കൊടുക്കാതിരിക്കുന്ന സംഭവമാണല്ലോ. ഇനി അഥവാ കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പം നമ്മൾ ചോദിക്കുകയും ചെയ്യും, എന്തോ കാര്യം നടക്കാണ്ടല്ലോ. സാറേ, ഈ ഉമ്മ വെക്കലും ലഹരിയും തമ്മിൽ എന്താ ബന്ധം എന്ന് സംശയം ഉണ്ടാർക്കെങ്കിലും ഞാൻ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ. നിങ്ങളുടെ അച്ഛനും അമ്മയും
അവരുടെ മുന്നിലേക്ക്. അവരറിയാൻ പാടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു തെറ്റ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മേൻ്റെ മുന്നിലേക്ക് ചെല്ലാൻ പറ്റുമോ? അവരോട് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? ഉമ്മ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഈ പ്രായത്തിലുള്ള നമുക്ക് പോലും അത് പറ്റുന്നില്ല, നമ്മുടെ മക്കൾക്കും പറ്റില്ല. സത്യമാണ്. അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, നമ്മുടെ അച്ഛനും അമ്മയും അറിയാൻ പാടില്ലാത്തൊരു തെറ്റ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ നമുക്ക് മുഖം തരില്ല, അപ്പുറത്ത് കൂടെ മാറിപ്പോകും. നമ്മൾ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി ചേരുമ്പോൾ പൂത്തുലയുന്ന ഒരു സന്തോഷത്തിൻ്റെ ലഹരിയുണ്ട്. ആ ഒരു ലഹരി കിട്ടാതെ പോകുമ്പോഴാണ് ഒട്ടുമിക്ക കുട്ടികളും, എല്ലാ കുട്ടികളൊന്നും ഞാൻ പറയുന്നില്ല, ഒട്ടുമിക്ക കുട്ടികളും ലഹരി വസ്തുക്കളുടെ പിന്നാലെ പോകുന്നത് എന്നുള്ളൊരു സത്യം. അത് തിരിച്ചറിഞ്ഞേ പറ്റൂ. പക്ഷേ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളിന്ന് ഞങ്ങളോട് പറയുന്നു, സാറേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പം കൂടെ ഒന്നിച്ചിരിക്കാറില്ല. 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ വലിയ വീടൊക്കെ കെട്ടിണ്ടാക്കും. പിന്നെ മക്കളോട് പറയും, എന്ത് എടാ അനക്കപ്പുറത്തൊരു മുറി ഉണ്ടാക്കിയിട്ടില്ലേ, അവിടെ പോയി കിടന്നൂടെ, ഒറ്റയ്ക്ക് കിടക്കാൻ എന്താ പേടിയാ? മക്കൾക്ക് ധൈര്യം ഉണ്ടാക്കല്ലേ. പിന്നെ ആ മുറിക്കുള്ളിൽ എന്താ നടക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ സ്വന്തം മുറിയിൽ വാതിലടച്ചിട്ട് കുറ്റിയിട്ട് കിടന്നുറങ്ങുന്ന കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ, അറിയാം സാറേ? ഇത് പണ്ടും നമ്മളൊക്കെ അങ്ങനെയൊക്കെ തന്നെ അല്ലേ ഇനി? നമ്മളിപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടൊക്കെ ഇനി നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയൊരു സംശയം ഉണ്ടാവും. സത്യം അല്ല, ശരിയാണ്. പക്ഷെ അവിടെ ഒരു കാര്യം കണ്ട്, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെയൊക്കെ വീട്ടിൽ ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു. എന്താണ് എൻ്റെ മുഖത്തൊരു വാട്ടം എന്ന് ചോദിക്കണമെങ്കിൽ വല്യപ്പയും ചെറിയപ്പയും എന്നൊക്കെ പറഞ്ഞു കണ്ട് ഇഷ്ടംപോലെ എളാപ്പൊക്കെ പറഞ്ഞിട്ട് വലിയച്ഛനും ചെറിയച്ഛനും ഒക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെ എങ്ങനെ പോയാലും ആരുടെയെങ്കിലും മുന്നിൽ പോയിടുമല്ലോ. ഇന്നിപ്പോൾ അതല്ല, നമ്മളാകെ അച്ഛനും അമ്മയും 2 കുട്ടികളേ ഉള്ളൂ. ഈ അച്ഛനും ഒരു ലോകത്താണ്, അമ്മ ഒരു ലോകത്താണ്, 2 കുട്ടികളും ഒരു ലോകത്താണ്. ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നെയാണ് ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു അച്ഛൻ നീറ്റ് നിന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ വീട്ടിൽ രാത്രി ഞങ്ങൾ ഡെയിലി 1 മണിക്കൂർ ഞങ്ങൾ ഒന്നിച്ചിരിക്കാറുണ്ട് സാറേ. ഞാൻ പറഞ്ഞു ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ചോദിച്ചു എവിടെ ഇരിക്കൽ? കൊലായിലിരിക്കും ഇടയ്ക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ ബാൽക്കണിയിൽ കാറ്റൊക്കെ കൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കും. ഞാൻ ഒന്നും കൂടെ ചോദിച്ചു, കയ്യിൽ ഫോൺ ഉണ്ടാകലുണ്ടോ? ആ സാറേ. ആരുടെ അടുത്തൊക്കെ ഉണ്ട് ഫോണ്? എനിക്കുണ്ട്, എൻ്റെ ഭാര്യയ്ക്കുണ്ട്, മക്കൾക്കുണ്ട്. ഈ ഇരിക്കുമ്പോഴും ഫോൺ കയ്യിലുണ്ടാവുമോ? ആ അതുണ്ടാവും സാറേ. അപ്പോൾ പിന്നെ പോയല്ലോ. അപ്പോൾ പിന്നെ 4 ലോകത്തായല്ലോ. 4 പേര് 4 ലോകത്താണല്ലോ. പിന്നെ ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഒരു കൂടിച്ചേരൽ ഇല്ലാതെ പോകുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീട്ടകങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പുതുലഹരിയുടെ ചില പുതിയ വഴികളിലേക്ക് വരാം. SSLC പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾ എത്ര പേരുണ്ട് ഇതിനുള്ളിൽ? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. +2 SSLC പരീക്ഷ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾ, പാവം കുട്ടികൾ ഇപ്പോൾ ചങ്കിടിക്ക് തുടങ്ങിയിട്ടുണ്ടാവും. 9ാം തീയതി റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതൊക്കെ കേട്ടു. A+ൻ്റെ എണ്ണമാണ് ഇന്നത്തെ വലിയ വിഷയം. റിസൾട്ട് കൊണ്ട് വന്നാൽ നമ്മൾ ആദ്യം ചോദിക്കും, എത്ര A+ൻ്റെ അടി? 9 എണ്ണം. ബാക്കി നമ്മളെന്താ ചോദിക്കുക? അപ്പോൾ 1 എവിടെ പോയി അല്ലേ? ആരാ ചോദിക്കണേ? പണ്ട് 210 മാർക്ക് നേടി ചാടിപ്പോകുന്ന ആൾക്കാരായി ചോദിക്കണേ, 1 എവിടെ പോയി? ഭയങ്കര പ്രഷറാണ് കുട്ടികളുടെ മേലെ. A+ൻ്റെ എണ്ണമാണ് വിഷയം. 1 കുറഞ്ഞു പോയാൽ പിന്നെ ആർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, ക്ലബിനും വേണ്ട, വായനശാലയ്ക്കും വേണ്ട, ആർക്കും വേണ്ട. ആദരിക്കാനേ ഫുൾ A+ ഉള്ളവരെ മാത്രം മതി ആദരിക്കൽ. സത്യം പറയട്ടെ, എനിക്ക് 65% മാർക്കായിരുന്നു SSLCക്ക് പഠിക്കുമ്പോൾ. അന്ന് കുറേ അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, സത്യം. പക്ഷെ നമ്മൾ പറയുന്നത് ഒരൊറ്റ കാര്യമുള്ളൂ, വല്ലാതെ കുട്ടികളുടെ മേൽ പ്രഷർ ഇടുന്ന സമയത്ത് നമ്മുടെ മക്കൾ എളുപ്പവഴി തേടി പോകുമെന്നുള്ളൊരു സൂചന തരാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഇന്നത്തെ നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികളാണ്, അവർക്ക് ലക്ഷ്യബോധമുള്ള ആളുകളാണ്, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ആഗ്രഹമുള്ളവരാണ്, ഒക്കെയാണ്. പക്ഷേ ചില എളുപ്പവഴികൾ തേടി പോകുന്നു നമ്മുടെ മക്കൾ എന്നുള്ളത്. കാര്യം പറഞ്ഞു വരാനുള്ളൊരൊറ്റ കാരണം ഇതാണ്, പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നൊരു കാലമാണിത്. ഞാൻ കണ്ടതാണ് മക്കളെ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള ആളുകളെ. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്തിന്? പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ. എങ്ങനെ? നമ്മുടെ മക്കളിലേക്ക് മയക്കുമരുന്ന് എത്തുന്നത് മയക്കുമരുന്ന് എന്ന് പറഞ്ഞിട്ടല്ലല്ലോ, മരുന്ന് എന്ന് പറഞ്ഞിട്ടാണ്. എന്തിനുള്ള മരുന്ന്? എടാ ഉറക്കൊഴിഞ്ഞ് പഠിക്കണമെങ്കിൽ ഈ മരുന്ന് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മക്കൾക്ക് മരുന്ന് കൊടുക്കാൻ, മയക്കുമരുന്ന് കൊടുക്കാൻ ആളുണ്ട്. എങ്ങനെ? ഉറക്കൊഴിഞ്ഞ് പഠിക്കണമെങ്കിൽ ഈ മരുന്ന് ഉപയോഗിച്ചാൽ മതി.
ഉറക്കൊഴിഞ്ഞ് പഠിക്കണമെങ്കിൽ ഈ മരുന്ന് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ മക്കൾക്ക് മയക്കുമരുന്ന് കൊടുക്കാൻ ആളുണ്ട്. ടെൻഷൻ ഇല്ലാതാക്കണമെങ്കിൽ ഈ മരുന്ന് കുടിച്ചാൽ മതി, പഠിക്കുന്നത് മുഴുവൻ ഓർമ്മയിൽ നിൽക്കാൻ, ബുദ്ധിശക്തി കൂട്ടാൻ ഈ മരുന്ന് കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ മക്കളിലേക്ക് ഇന്ന് മയക്കുമരുന്ന് എത്തുന്നത്. ഇനി ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പനിയായാലും തലവേദനയായാലും ജലദോഷമായാലും അതൊക്കെ മാറ്റാനും പറ്റും. ഇതുകൊണ്ട് സത്യം മയക്കുമരുന്ന് എന്ന് പറയുന്നത് എന്തിനും പറ്റിയ മരുന്നാണല്ലോ. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ മയക്കമാണല്ലോ, പിന്നെ ഒന്നും ഒരു അസുഖം അറിയണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ മക്കളിലേക്ക് ഇത് എത്തുന്നത് എന്ന് പറയാൻ പറ്റുന്നില്ല. ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് 2 റൗണ്ട് ഓടണമെങ്കിൽ എനർജി ബൂസ്റ്റർ, എനർജി ഡ്രിങ്ക് 2 റൗണ്ട് ഓടണമെങ്കിൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനോ ഒന്നും നമ്മുടെ മക്കൾക്ക് പറ്റൂല. അതാണ് സത്യം. എനർജി ഡ്രിങ്ക്, എനർജി ബൂസ്റ്റർ, ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ കുറേ നേരം ഇങ്ങനെ ഓടി കളിക്കണമെങ്കിൽ, നല്ല ആരോഗ്യം കിട്ടണമെങ്കിൽ അപ്പോഴും അതിനും കഴിക്കുന്നു മയക്കുമരുന്ന്. ഇങ്ങനെ ഉപയോഗിച്ചവരൊക്കെ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഒരു പെൺകുട്ടി വയലൻ്റ് ആവുന്ന, ഒരു സൈക്കിക് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അവളുടെ കോളേജിൽ നിന്ന് വിളിച്ചിട്ട് പാരൻസിനോട് പറഞ്ഞു കുട്ടീനെ കൂട്ടിയിട്ട് പോകാൻ പറഞ്ഞു. കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്ന് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി. അവസാനം അവളോട് ചോദിച്ചു, മോളെ നിനക്കിതാരാ തന്നേ? അവൾ അപ്പം തന്നെ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് തന്നതാണ്. ഒരു പെൺകുട്ടിക്ക് മയക്കുമരുന്ന് കൊടുക്കുന്ന ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചിത്രം ഒരു ബോയ് ഫ്രണ്ടിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ അവളോട് ചോദിച്ചു, ഗേൾ ഫ്രണ്ടാണോ ബോയ് ഫ്രണ്ടാണോ? അവൾ അപ്പം തന്നെ പറഞ്ഞു ഗേൾ ഫ്രണ്ട് തന്നെയാണ്. അല്ല മോളെ, അപ്പം എന്തിനാ നീ ഇത് ഉപയോഗിച്ചത്? നിനക്കിത് എന്തു പറഞ്ഞിട്ടാണ് അവൾ തന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞെന്താണെന്ന് അറിയാം. സാറേ, എനിക്ക് പീരിയഡ്സ് ആവുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകലുണ്ട്. തലവേദനയും വയറുവേദനയും തലയേറ്റിലും എല്ലാം കൂടിയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്ഥിരമായിട്ട്. ചില സമയത്ത് ഞാൻ അങ്ങനെ കോളേജിൽ പോകാറില്ല. ആ സമയത്ത് ഒരിക്കലും ക്ലാസ്സിൽ വെച്ച് എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിൽ കിടക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് ചോദിച്ചു എന്നോട് എന്താ കാര്യം. ഞാൻ അവളോട് കാര്യം പറഞ്ഞു, എനിക്കിങ്ങനെ സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ അവളുടെ ഫ്രണ്ട് പെട്ടെന്ന് എന്താ പറഞ്ഞെന്നറിയോ, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, എനിക്ക് മാത്രമുള്ളതൊന്നുമല്ല, എനിക്കും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിനൊക്കെ മരുന്നുണ്ടല്ലോ, ഞാൻ മരുന്ന് കുടിക്കലുണ്ട്, എനിക്കാരും മരുന്നൊന്നും പറഞ്ഞെന്നില്ലേ, ഇതാണ് ഞാൻ കുടിക്കണം മരുന്ന്, ഇതൊന്ന് കുടിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അവളത് വാങ്ങി കുടിക്കുകയും ചെയ്തു. കുടിച്ചപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. ഒരു തവണ കുടിച്ചാൽ അങ്ങനെ സുഖമുണ്ടെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുക? അടുത്ത മാസം അതേ സമയമായപ്പോൾ അവൾ വീണ്ടും അവളുടെ ഫ്രണ്ടിനെ തേടി ചെന്നു. അന്നത്തെ മരുന്ന് കയ്യിലുണ്ട്. 1-2 തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ. നമ്മുടെ മക്കളിലേക്ക് ഏതൊക്കെ രീതിയിലാണ് മയക്കുമരുന്നുകൾ എത്തുന്നത് എന്ന് നമുക്ക് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥ. ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം അതിഭീകരമായ രീതിയിൽ, അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ കൂടി വരുന്നു എന്നുള്ളത് ഇഷ്ടംപോലെ വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ച് പരപുരുഷന്മാരോടൊപ്പം പോകുന്ന ഭാര്യമാർ, ഭാര്യയും മക്കളെ ഉപേക്ഷിച്ച് പല സ്ത്രീകളോടൊപ്പം പോകുന്ന ഭർത്താക്കന്മാർ. ഇങ്ങനെയൊരു വാർത്ത ഇന്ന് നമ്മുടെ മുന്നിൽ, നമ്മുടെ തൊട്ട അയൽവാസിയായിട്ടുള്ള ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പോയി എന്ന് കണ്ടാൽ ഇത്രയും പ്രായത്തിലുള്ള നമ്മൾ പോലും പറയും അവനെ കൊണ്ട് പറ്റായിട്ട് അവൾ പോയി, അല്ലെങ്കിൽ അവളെ കൊണ്ട് പറ്റായിട്ട് അവൻ പോയി. അവിടെ ഒരൊറ്റ കാരണം മാത്രം നമ്മൾ കാണുന്നുള്ളൂ, സെക്സ് എന്നൊരു കാര്യം മാത്രമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള 2 വ്യക്തികളാണെന്നും അവർക്കിടയിലുള്ള മാനസിക പൊരുത്തക്കേടുകളൊന്നും നമ്മൾ പോലും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കല്യാണപ്രായത്തിലേക്ക് എത്തുന്ന യുവതി യുവാക്കളുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണ വരുന്നുണ്ട്. എന്ത്, എനിക്കെൻ്റെ ഭാര്യയെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ അവരാരുടെയും കൂടെ പോവും. അപ്പോൾ അതിനെന്ത് വേണം? തൃപ്തിപ്പെടുത്തണം. അതിനെന്താ വേണ്ടേ? ഉത്തേജനം. അതിനെന്താ വേണ്ടേ? മയക്കുമരുന്ന്. നല്ല ഉത്തേജനമാണ്. ഇന്നത്തെ ഒരു ആവശ്യം മാത്രമാണല്ലോ നമ്മുടെ ആളുകൾക്ക് ആവശ്യം. നാളെ ഞാൻ എന്താകും എന്നുള്ളൊരു ചിന്ത നമ്മുടെ കുട്ടികൾക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി എന്നെ കേൾക്കുന്ന കുട്ടികളോട് 2 കാര്യം, അത് അവരുടെ സൗഹൃദങ്ങളെക്കുറിച്ചും അവരുടെ പ്രണയത്തെക്കുറിച്ചുമാണ്. രണ്ടും പറയാതെ പോകാൻ വയ്യ. ഒരു കാലത്ത് സൗഹൃദവും പ്രണയവും ഒക്കെ ലഹരിയായിരുന്നു. പക്ഷേ എന്തോ ഇന്ന് ഇത് രണ്ടും ലഹരിക്ക് വേണ്ടി മാത്രമാണോ എന്നൊരു ചിന്ത ഞങ്ങൾക്ക് പോലും തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്നോട് ചോദിക്കുകയാണ്, സാറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാണ്ട് ഞാൻ പറയും, എൻ്റെ സൗഹൃദങ്ങളാണ് എൻ്റെ ശക്തി, എൻ്റെ കൂട്ടുകാരാണ് എൻ്റെ ശക്തി. പക്ഷേ അങ്ങനെയുള്ള ഞാൻ ഇന്ന് സ്കൂളുകളും കോളേജുകളും നടന്ന് പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ മക്കളോട്, ഇവിടെ ഇരിക്കുന്ന കുട്ടികളോടും ഞാൻ പറയുന്നു, സൂക്ഷിക്കണം നിങ്ങളുടെ കൂട്ടുകാരെ. അങ്ങനെ പറയുന്നത് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഇഷ്ടമുണ്ടായിട്ടുമല്ല. പക്ഷെ അങ്ങനെ പറയിപ്പിക്കുന്നത് ഞങ്ങളുടെ അനുഭവങ്ങളാണ്. അവിടെയാണല്ലോ പ്രശ്നം. ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പഠിക്കുന്ന 2 കുട്ടികളുടെ കയ്യിൽ നിന്ന് 8 പാക്കറ്റ്, 2 പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് 8 പാക്കറ്റ് ഹാൻഡ്സ് പിടിച്ചു. അവരുടെ ബാഗിൽ നിന്ന് 8 പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ടീച്ചർ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല സാറേ. പിന്നെന്താ, നിങ്ങൾ എവിടെന്നെങ്കിലും വാങ്ങിക്കൊണ്ടോട്ട് കൊടുക്കുകയാണോ നമ്മുടെ പിള്ളേർക്ക്? ടീച്ചർ എന്താ പറഞ്ഞു? സാർ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇത് ആരതാ? അവരുടെ തന്നെ ക്ലാസ്സിലുള്ള 3 ആൺകുട്ടികളുടെ പേര് പറഞ്ഞു, ഈ 2 പെൺകുട്ടികളും. സാറേ അത് ഇന്ന ആൾക്കാരതാ സാറേ. അല്ല, അപ്പം നിങ്ങളിത് എന്തായാലും ഉപയോഗിക്കുന്നില്ല, നിങ്ങൾക്ക് എന്തായാലും ഇത് വേണ്ട, പിന്നെ ഇത് എന്തിനാണ് നിങ്ങൾ വാങ്ങി ബാഗിൽ വെച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ 2 പെൺകുട്ടികളും പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ അത് പിന്നെ അവർ ഞങ്ങളുടെ ഫ്രണ്ട്സ് അല്ലേ സാറേ, അവർ ഞങ്ങളുടെ ഫ്രണ്ട് അല്ലേ സാറേ. അപ്പോൾ നമുക്ക് ചോദിക്കാമല്ലോ, ആരാണ് ഫ്രണ്ട്? എന്താണ് സൗഹൃദം? രക്ഷിതാക്കൾ അറിയാതെ, ടീച്ചേഴ്സ് അറിയാതെ ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ കൊണ്ടുതരുന്ന, സാറേ ഓൻ്റെ ചങ്കാണ് സാറേ,
തേനൊലിക്കുകയാണ് പറയുമ്പോൾ. അവളിൻ്റെ ബെസ്റ്റിയാണ് സാറേ. ചങ്കും ബെസ്റ്റിയും സൗഹൃദവും സുഹൃത്തും എല്ലാത്തിനും അർത്ഥം ഒന്നേ ഉള്ളൂ. അടിസ്ഥാനമായിട്ടൊരു ഒറ്റ അർത്ഥമേ ഉള്ളൂ, നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളാണോ നിങ്ങളുടെ കൂട്ടുകാർ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെയാണല്ലോ ഇതിൻ്റെ ഒരു പ്രശ്നവും. പക്ഷേ ഇന്ന് 4 ആൾ കൂടുമ്പോഴേക്കും നമ്മൾ ആദ്യം പറയുന്നത് എന്താ? നീ ഇതാരോടെങ്കിലും പറയോ? ഇല്ല, ഞാനും പറയില്ല. അപ്പോൾ പിന്നെ വേറെ ആരും അറിയില്ലല്ലോ, എന്നാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അവിടെയാണ് പ്രശ്നവും. ഇനി ചെറിയ മക്കളുടെ സൗഹൃദം മാത്രമൊന്നുമല്ല, മുതിർന്ന സൗഹൃദങ്ങളും ഭയങ്കര രസമാണ്. 4 ആൾ കൂടണമെങ്കിൽ കുപ്പിയില്ലാതെ എങ്ങനെ എന്ന് ചിന്തിക്കുന്ന സൗഹൃദങ്ങളാണ് ഒട്ടുമിക്ക ആളുകളും മുതിർന്ന ആളുകളുടെ സൗഹൃദങ്ങൾ. അവർക്കിടയിൽ ഒരു കല്യാണം, നമ്മുടെ നാട്ടിലൊരു കല്യാണം തീരുമാനിക്കുമ്പോൾ ആദ്യം തീരുമാനിക്കുന്നത് കുപ്പിയുടെ എണ്ണാണ് പലപ്പോഴും. എന്തിനാണ്? അതില്ലെങ്കിൽ ചങ്ങായിമാരെ കിട്ടൂല സാറേ, എല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ്. അവിടെ പിന്നെ എവിടെയാണ് സൗഹൃദം അങ്ങനെയുള്ളവർക്കിടയിൽ? അതില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ സത്യത്തിൽ സൗഹൃദം ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇനി ഒരു കാര്യം കൂടി പറയുന്നു. എൻ്റെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ, അത് സിഗരറ്റ് ആവട്ടെ, മദ്യമാവട്ടെ, എന്തും ആവട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരാൾ ആരെങ്കിലും ഇവിടെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയുന്നു. ഒരു ചോദ്യത്തിനുള്ള മറുപടി ഉള്ളിൽ കരുതി വെച്ചേക്കണം എപ്പോഴും. കാര്യം എൻ്റെ മുന്നിൽ വെച്ച് +1 പഠിക്കുന്ന ഒരു പയ്യൻ അവൻ്റെ അച്ഛനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് കള്ളുടിക്കാന്നുണ്ടെങ്കിൽ ഞാൻ സിഗരറ്റ് വലിച്ചാൽ എന്താ? ആ ഒരു മറുപടി എപ്പോഴും കരുതി വെച്ചേക്കണം. കാര്യം പണ്ടത്തെ പോലെയൊന്നുമല്ല, നമ്മുടെ മക്കൾ മുഖത്ത് നോക്കി ചോദിക്കും, മറുപടി പറയേണ്ടി വരും സത്യം. അല്ലെങ്കിൽ നമുക്കൊരു അവകാശവുമില്ലാതെ പോകും നമ്മുടെ മക്കളെ തിരുത്താൻ. മക്കളെ തിരുത്തണമെങ്കിൽ നമുക്കും വേണമല്ലോ ഒരു അവകാശം, ധാർമ്മികമായിട്ടുള്ളൊരു അവകാശം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അവരെ തിരുത്താൻ പറ്റും. റോൾ മോഡലാകാൻ പറ്റിയ രക്ഷിതാക്കളില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു കുഴപ്പം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മക്കളുടെ പ്രണയം, ഇന്ന് നമ്മൾ പിടിച്ചെടുക്കുന്ന മയക്കുമരുന്ന് കേസുകളിൽ നമ്മൾ പിടിച്ചെടുക്കുന്ന യുവാക്കൾ, ചെറുപ്പക്കാരുടെ ഒക്കെ ഫോൺ എടുത്ത് പരിശോധിക്കുമ്പോൾ സത്യം പറയാലോ അതിലൊക്കെ കാണാം സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളുടെ പലരുടെയും ഫോട്ടോസ്. അടുത്ത കാലത്ത് ഒരു 4 മാസമായിട്ടുള്ളൂ, 22 വയസ്സാണ് ഒരു പയ്യൻ. ചെന്നൈയിൽ ചായ അടിക്കുന്ന പണിയാണ് സാറേ അവന്. പക്ഷേ ചായ അടിക്കാൻ നിൽക്കുന്നവൻ ആഴ്ചയ്ക്ക് 2 ദിവസം നാട്ടിൽ വരുന്നുണ്ട് സാറേ. അത് മാത്രമല്ല, അവൻ നാട്ടിൽ വരുമ്പോൾ നമ്മളെ നാട്ടിലുള്ള പിള്ളേർ മുഴുവൻ കാറും ബൈക്കൊക്കെ ആയിട്ട് അവൻ്റെ വീട്ടിൽ തന്നെ എഴുന്നേരും. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അന്വേഷിച്ചപ്പോൾ വളരെ കറക്റ്റാണ്, അവന് മയക്കുമരുന്നിന് ഡീലിങ്സ് ഉണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയ ഒരുത്തനെ ഞങ്ങൾ ആദ്യം പൊക്കി. അവൻ വഴി ഇവൻ വരുന്ന ഡേറ്റൊക്കെ അറിഞ്ഞ് ഇവനെയും പൊക്കി. പക്ഷേ ആളെ മാത്രമേ കിട്ടിയുള്ളൂ, സാധനമൊന്നും കിട്ടിയില്ല. പക്ഷേ കൂടെ ഒന്ന് കിട്ടി, അവൻ്റെ ഫോണ്. നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളെക്കാളും കൂടുതലുണ്ടാവുമല്ലോ നമ്മുടെയൊക്കെ ഫോണിൽ. ഡിലീറ്റ് ചെയ്തതും മായ്ച്ചളഞ്ഞതൊക്കെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഊറിക്കിടക്കും. എക്സ്പേർട്ടായിട്ടുള്ള ഒരാളെടുത്ത് കിട്ടി അതൊക്കെ പൊടിയാട്ടി എടുക്കാം. പക്ഷേ നമുക്ക് അത്ര എക്സ്പേർട്ട് ഇല്ലെങ്കിലും എല്ലാവരും പരിശോധിക്കുന്ന പോലെ നമ്മളൊരു 4-5 കാര്യം പരിശോധിക്കും. ഒന്ന് ഗാലറിയാണ്, പിന്നെ വാട്സപ്പ്, മെസ്സഞ്ചർ, ഇൻസ്റ്റ, ടെക്സ്റ്റ് മെസ്സേജസ്, ഇതെന്തായാലും നമ്മൾ പരിശോധിക്കും. ഈ പയ്യൻ്റെ ഫോൺ ഇങ്ങോട്ടെടുത്ത് ആദ്യം നോക്കിയത് ഗാലറിയാണ്. സത്യം പറയട്ടെ, ഈ 22 വയസ്സിൻ്റെ ഇടയിൽ ആ ചെക്കൻ ചെയ്യാത്ത വൃത്തികേടുകളില്ല. കണ്ട സ്ത്രീകളുമായിട്ടുള്ള പലതരത്തിലുള്ള ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഉണ്ടായില്ല. അതുമാത്രവുമല്ല, ഉപയോഗിക്കാത്ത മയക്കുമരുന്നുകളില്ല, എല്ലാത്തിൻ്റെയും ഫോട്ടോസ് ഉണ്ട്. സൂചി കുത്തുന്നതിൻ്റെ ഫോട്ടോസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഗാലറി അങ്ങ് ക്ലോസ് ചെയ്ത് വാട്സപ്പ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തപ്പോൾ മുകളിൽ തന്നെ ഒരു നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, സേവ് ചെയ്തേക്കുന്നത്? ലവ് എന്നാണ് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അവൻ്റെ ഗേൾ ഫ്രണ്ടാണ്. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അവർ തമ്മിലുള്ള ചാറ്റാണ്. ചാറ്റൊന്നും ഞാൻ പറയുന്നില്ല, പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഒന്നും കൊണ്ട് വിരലുകൊണ്ടൊന്ന് താഴേക്ക് കൊണ്ട് തോണ്ടി വലിച്ചപ്പോൾ സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, പലതരത്തിലുള്ള ഫോട്ടോസ് എല്ലാം ഉണ്ട്. ഈ കൂടെയുള്ള എന്നെ കേൾക്കുന്ന പെൺകുട്ടികളോട് ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾ പിടിച്ചെടുക്കുന്ന മയക്കുമരുന്ന് കേസുകളിൽ പെടുന്ന പ്രതികളുടെ ഒക്കെ മൊബൈലിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, തമാശയ്ക്കാണെങ്കിലും ഞങ്ങൾ തമ്മിൽ പറയാറുണ്ട്, എന്ത്, ഇപ്പോഴത്തെ കാലത്ത് നല്ല ചെക്കന്മാർക്കൊന്നും കുട്ടികളെ കിട്ടാനില്ല എന്നുള്ളത്. തമാശയാണ് പറയുന്നതെങ്കിലും സത്യം പറയാലോ, ടെൻഷൻ കൊണ്ട് തന്നെയാണ്, സങ്കടം കൊണ്ട് തന്നെയാണ് പറയണേ. കാര്യം ഒരിക്കലൊരു അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എൻ്റെ മോക്കൊരു അഫയർ ഉണ്ട്. സത്യം പറയാലോ, ഞാൻ ആദ്യം പടച്ചോനെ വിളിച്ചു. കാര്യം ഈ ലഹരി വസ്തുക്കളും മയക്കുമരുന്നുകളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മക്കളെ പ്രശ്നം പറഞ്ഞുകൊണ്ട് പേരൻസ് വിളിച്ചിട്ട് തന്നെ അവിടെ ഒന്നും പോകാൻ പറ്റണില്ല എല്ലായിടത്തും. അതിൻ്റെ കൂടെ ഞാൻ പ്രേമമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോകാൻ തുടങ്ങി, ഞാൻ എവിടെയൊക്കെ പോകേണ്ടി വരും? ഞാൻ അതന്നെ അവരോട് ചോദിച്ചു, അതിന് ഞാൻ എന്ത് ചെയ്യാനാ സാറേക്ക് ചെറിയൊരു സഹായം ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ എന്താ നിങ്ങളെ പ്രശ്നം, ജാതി മതമൊക്കെ വേറെയാണോ? സാറേ എൻ്റെ മോള് ഞാൻ ആരെ കിട്ടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ജാതി മതമൊന്നും എനിക്ക് പ്രശ്നമില്ല സാറേ. ഞാൻ ചോദിച്ചു, അതെന്താ സാറേ? ഞാനും ഓളും പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ചോദിച്ചു, എന്താ നിങ്ങളെ മോൻ ചെക്കൻ്റെ ഈ പയ്യനെന്താ പണിയൊന്നും ഇല്ലായിട്ടാണോ? അപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു, സാറേ ഓന് പണിയൊന്നുമില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? സാറേ ഞാനായിട്ടൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും എൻ്റെ കാരണന്മാരായിട്ട് എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള കുറേ സ്വത്തുക്കളുണ്ട്. എനിക്ക് ആകെ ഒരൊറ്റ മോളേ ഉള്ളൂ. അതിനിപ്പോൾ പാതി കൊടുത്താൽ പോലും അത് മതി ഓക്കെ ആയുഷ്കാലം ഓളെ കുടുംബത്തിനുള്ളത്.
ഞാൻ വീണ്ടും ചോദിച്ചു, പിന്നെ ഇപ്പോൾ ഇവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, എന്നാൽ പിന്നെ കഴിച്ചു കൊടുത്തൂടെ? സാറേ, ഞാൻ നിങ്ങളെ വാട്സപ്പിലേക്ക് ഒരു ഫോട്ടോയും അഡ്രസ്സ് അയച്ചിട്ടുണ്ട്, സാറേ നിങ്ങൾ അവനെ പറ്റി ഒന്ന് അന്വേഷിക്കുമോ സാറേ, ഞാൻ നാളെ നിങ്ങളെ വിളിക്കാം. അത് പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്തു, ഒന്നും പറയാൻ സമ്മതിച്ചില്ല. വാട്സപ്പ് അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോൾ എവിടെയോ കണ്ട് പരിചയമുണ്ട്. അഡ്രസ്സ് നോക്കിയപ്പോൾ കറക്റ്റ് ഞാൻ തന്നെ പിടിച്ചിട്ടുണ്ട് കഞ്ചാവായിട്ട്. ഞാൻ അപ്പം തന്നെ നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ചു, ഞങ്ങളുടെ സഹപ്രവർത്തകനെ വിളിച്ചിട്ട് അവൾക്ക് ഈ ഫോട്ടോ അഡ്രസ്സ് അയച്ചു കൊടുത്തിട്ട് അവളോട് പറഞ്ഞു, നമ്മുടെ എക്സൈസിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഇയാളുടെ പേരിൽ നമ്മുടെ എക്സൈസിൽ എത്ര കേസുണ്ട് നോക്കാൻ. ഞങ്ങൾ തന്നെ 4 കേസുണ്ട്, 4 ചെറിയ ചെറിയ കേസാട്ടോ, ദോഷം പറയും, ഇതൊക്കെ ചെറിയ ചെറിയ കേസാണ്. വലിക്കും, കഞ്ചാവ് വലിച്ചതിൻ്റെയും കഞ്ചാവ് പിടിച്ചതിൻ്റെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കേസ് ജാമ്യം ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ സഹപ്രവർത്തക ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞു, സാറേ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചിട്ട് ഇവനെ പറ്റി ഒന്ന് ചോദിച്ചാൽ വേണം, അത്യാവശ്യം എന്തെങ്കിലും ആണെങ്കിൽ. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? സാർ, ഒരു 2-3 മാസം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവനെ പറ്റിയിട്ട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വിളിച്ച് ചോദിച്ചിരുന്നു ഇവനെ പറ്റി എത്ര കേസുണ്ടെന്നൊക്കെ. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു അന്വേഷിച്ചു. സംഭവം ശരിയാണ്, 3-3.5 മാസം മുമ്പ് 1.5 കിലോ കഞ്ചാവായിട്ട് റിമാൻഡ് പോയി ഉള്ളിൽ പോയിട്ടുണ്ട് കുറച്ച് ദിവസം. പിന്നെ ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. ഞാൻ ഈ കേസിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കളക്ട് ചെയ്തു, ഫോട്ടോസ്റ്റാറ്റ് എടുത്തു, നമ്മുടെ ഓഫീസിലുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. ഈ കുട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ ആലോചിച്ചിട്ട് തന്നെയാണ്. ഞാൻ നേരെ അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ചപ്പോൾ തന്നെ അച്ഛൻ ഫോൺ എടുത്തും കൊണ്ട് എന്നോട് ചോദിച്ചു, സാറിന് ആളെ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. സാർ, ഇങ്ങൾക്ക് ഓനെ പറ്റി മനസ്സിലായ കാര്യം നിങ്ങളെൻ്റെ മോക്കൊന്ന് പറഞ്ഞു കൊടുക്കുമോ? ന്യായമായൊരാവശ്യമാണ്. ഞാൻ പറഞ്ഞു വരാം, അതിനെന്താ? ഞാൻ ചോദിച്ചു, നിങ്ങൾ വൈകുന്നേരം ഇപ്പോൾ വീട്ടിലെത്തും? അയ്യോന് സാറേ, ഞാനൊരു 8-8:30 ആവും, കുറച്ച് ദൂരെയാണ് പണി. സാറിൽ നിങ്ങൾ ഞായറാഴ്ച വന്നാൽ മതി. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ പിന്നെ 4-5 ദിവസമുണ്ട്, ചൊവ്വാഴ്ച ആയിട്ടുള്ളൂ അന്ന്. 4-5 ദിവസമുണ്ട്. ഈ 4-5 ദിവസം കൊണ്ട് എന്തും നടക്കാമല്ലോ, കുട്ടികളെ മനസ്സല്ലേ, എപ്പോഴും ഇറങ്ങി പോകുമെന്ന് പറയാൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, നമുക്ക് രാത്രി പോകാമെങ്കിൽ രാത്രി വന്ന് നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞു. അയാൾ ബൈക്കായിട്ട് വന്നു. അയാളുടെ ബൈക്കിൻ്റെ പിന്നാലെ കയറി 8:30 മണിക്ക് ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആ അമ്മയും മകളും മാത്രമേ ഉള്ളൂ. അച്ഛനും കൂടി ഞങ്ങൾ 3 കൂടി ചെന്നു, 2 കൊണ്ട് ചെന്നു. 4 പേരും കൂടി ചുറ്റിയിരുന്നും കൊണ്ട് ഞാൻ ഈ മകൾക്ക് ഞാൻ എൻ്റെ ഓഫീസിലുള്ള ഇതൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. 1.5 മണിക്കൂറോളം ഞാൻ ഈ കുട്ടീനോട് ഈ പയ്യനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. 1.5 മണിക്കൂറാണ്ട് കഴിഞ്ഞപ്പോൾ പെൺകുട്ടി മുഖത്തേക്ക് ചോദിച്ചു എന്നോട്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ സാർ, ഇതൊക്കെ ഇപ്പോൾ എല്ലായിടത്തുള്ളതല്ലേ? സത്യം പറയട്ടെ, അബദ്ധം പറ്റിയത് എനിക്കാണ്. കാര്യം ആ കുട്ടി ഡ്രഗ് അഡിക്റ്റ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് സത്യം. ഈ പയ്യൻ അവളെ വളച്ചിട്ട് ആദ്യം ചെയ്തത് അവൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് അവളെ ഇതിന് അഡിക്റ്റ് ആക്കി എന്നുള്ളതാണ്. ഇപ്പോൾ അവൾ അതിൻ്റെ കാരിയറായിട്ട് പോലും നിൽക്കുന്ന ഒരാളെടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ വേദോതിട്ട് എന്താ കാര്യം? അത് ഞാൻ മനസ്സിലാക്കിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞ എൻ്റെ തെറ്റാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ എന്നെ കേൾക്കുന്ന കുട്ടികളോട്, സൗഹൃദമായാലും പ്രണയമായാലും ഞങ്ങളൊന്നിനെതിരൊന്നുമല്ല. പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഏത് തരക്കാരനാണ് അല്ലെങ്കിൽ ഏത് തരക്കാരിയാണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷെ അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ രക്ഷിതാക്കൾ കൂടിയാണ്. അതിനാണ് ഞങ്ങൾക്കും സങ്കടം. ഉപയോഗിക്കുന്ന ആളുകൾ മാത്രമായിട്ടാണ് നശിച്ചു പോവുകയാണെങ്കിൽ ഇനി അതുകൊണ്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. നമ്മളെ സംബന്ധിച്ച് ആരെങ്കിലും വിളിക്കുമ്പോൾ അത് ഓർക്കെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമല്ലോ. ഇത് അതല്ലല്ലോ. വിളിച്ചിട്ട് രക്ഷിതാക്കൾ വിളിച്ച് ഇങ്ങനെ കരച്ചിൽ കേട്ടുകൊണ്ട് കാതൊക്കെ ഇങ്ങനെ തഴമ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്പർ മറ്റേ സേവ് ചെയ്യാത്തൊരു നമ്പറിൽ നിന്ന് കോൾ വരുമ്പോൾ നമുക്കൊരു ബേജാറ്, അതിപ്പോൾ ഏതാ അമ്മ ഏതാ അച്ഛനെ വിളിക്കണമെന്ന് ചോദിച്ചും കണ്ടാണ്. സങ്കടമാണ്. പറയുന്നത് അമ്മമാരുടെ കാര്യങ്ങളാണ്, ചെറിയ കാര്യങ്ങളൊന്നുമല്ല, വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ. നിങ്ങളൊന്നും സ്വപ്നം കാണുന്നതിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മുടെ പല വീടുകളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അമ്മമാരെ വിളിച്ച് സങ്കടം പറയുമ്പോൾ പല ആളുകളോടും ഞങ്ങൾ പറയാറുണ്ട്, നമുക്ക് കുട്ടീനെ കുതിരട്ടത്തേക്ക് കൊണ്ടുപോകാമെന്നാണ്. കാര്യം വയലൻ്റ് ആവുന്ന സൈക്കിക് ആവുന്ന ആളുകളെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. ഞാൻ ഏകദേശം എനിക്ക് അനുവദിച്ച സമയമായി, അതുകൊണ്ട് തന്നെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു നിങ്ങളോട്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കുട്ടിയെ എന്തു ചെയ്യുന്നുള്ളത്. അടിക്കും ചീത്ത പറയും എന്ന് വെച്ചുകൊണ്ട് നമ്മളവിടെ നിർത്തിയിരുന്നു. ആ ഒരു കാര്യം പറയാതെ പോകാൻ വയ്യ ഇന്നത്തെ കാലത്ത് എന്നുള്ളതാണ് സത്യം. സത്യം പറഞ്ഞാൽ ഒരു കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷിതാവ് എന്തു ചെയ്യണോ അത് ആരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സങ്കടം. എന്തു ചെയ്യരുതോ അതെല്ലാവരും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു സങ്കടം. കാര്യം ലോകാരോഗ്യ സംഘടന പോലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ലഹരിക്ക് അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു അസുഖമാണ്. അസുഖത്തിന് എന്താ വേണ്ടേ? ചികിത്സയാണ്. ചികിത്സ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ചേർത്ത് നിർത്തിക്കൊണ്ട് സ്നേഹത്തോടെ നൽകേണ്ട ചികിത്സ. അതിന് പകരം നമ്മൾ ആദ്യം ചെയ്യുന്നത് 4 അടിയാണ്. ഈ അടി കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി എന്ത് പറയും? നിങ്ങൾ എന്താച്ചാ ചെയ്തോളി, കണ്ടേ കൂട്ടിക്കോളി എന്ന് പറയും അല്ലേ? പറഞ്ഞാൽ കേൾക്കില്ല. പിന്നെ നമ്മൾ അനുഭവം ഉണ്ടാവുമല്ലോ, നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇന്ന് ഒട്ടുമിക്ക പേരൻസും നമ്മളെ വിളിക്കുന്നത് എന്തിനാണെന്നറിയോ? സാറേ നിങ്ങളൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ആസ്പത്രിയിൽ എത്തിച്ചു തരണം സാറേ, ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കണില്ല, നിങ്ങളാകുമ്പോൾ കാക്കിയൊക്കെ കണ്ട് കുട്ടി പേടിച്ച് വന്നോളും. അതാണ് ഒട്ടുമിക്ക പേരൻസിൻ്റെ ആവശ്യം. വെറുതെയാണ്, കാക്കി കാട്ടി കുട്ടികളെ പേടിച്ചിരുന്ന് നടക്കണ കാര്യമൊന്നുമല്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ലഹരിക്ക് അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ തുടക്കത്തിലാണെങ്കിൽ 4 or 5 കൗൺസിലിങ്ങിൽ തരേണ്ട ഒരു അസുഖം. സാറേ കൗൺസിലിങ്ങാ? നിങ്ങളെന്താ പറയണത്? പുറത്തറിഞ്ഞാൽ മോശമല്ലേ? പിന്നെ ഓൻ നാളെ എന്താവും? ഓൻ്റെ ഫ്യൂച്ചർ എന്താവും നാളെ? ഓൻ്റെ കുടുംബം, ഞങ്ങളെ നാട്ടുകാരെന്ത് പറയും ഞങ്ങളെയൊക്കെ? അതുമാത്രമല്ല സാറേ, ഞങ്ങളെ തറവാടിന് ചീത്തപ്പേരാവൂലേ? ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ശാപവും.
ഒരിക്കൽ കൂടി പറയുന്നു, തുടക്കത്തിൽ ചെയ്യുകയാണെങ്കിൽ 4-5 കൗൺസിലിങ്ങിൽ തീരേണ്ട ഒരു അസുഖം മാത്രം. അത് ആ സമയത്ത് ചെയ്യുന്നില്ല ഇന്ന്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ശാപവും. ഇന്ന് നമ്മുടെ നാട്ടിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ വായിക്കുന്നു, അക്രമ സംഭവങ്ങളൊക്കെ. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ ആളുകളൊക്കെ ഒരു സുപ്രഭാതത്തിൽ മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ട് ആക്രമിച്ചാണോ? അല്ല, കുറച്ച് മുമ്പ് തുടങ്ങി വന്നിട്ടാണ് ഈ വയലൻ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ തുടക്കത്തിലേ നമുക്ക് പാളുന്നു എന്നുള്ളൊരു സത്യം. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ കുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ളൊരു സാധ്യത വളരെ അധികമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ കൂടുതൽ ടെൻഷൻ അടിക്കാതെ സങ്കടപ്പെടാതെ നമ്മുടെ കുട്ടിക്ക് ഒരു അസുഖം വന്നാൽ നമ്മൾ എന്തു ചെയ്യുമോ അതുപോലെ ചെയ്യുക എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കുട്ടിക്ക് ഒരു പനി വന്നാൽ നമ്മൾ രാത്രി ഉറക്കൊഴിഞ്ഞും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നെറ്റിലൊക്കെ തൊട്ട് നോക്കൂലേ? ചൂട് കുറവില്ലെങ്കിൽ തുണിയൊക്കെ നനച്ചൊക്കെ ഇട്ട് കൊടുക്കും, ഒക്കെ ചെയ്യാറുണ്ട്. രാത്രി എത്ര ഉറക്കം ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതേ മകൻ്റെ കയ്യിൽ നിന്ന് ഒരു സിഗരറ്റ് പിടിച്ചാലോ അപ്പം തുടങ്ങണ അടിയാ, ചിലപ്പോൾ ആഴ്ചയ്ക്ക് നിർത്തൂല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു അസുഖമായിട്ട് കാണാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്ന ഒന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ചേർത്ത് നിർത്തുക നമ്മുടെ മക്കളെ. ഇഷ്ടം പോലെ ആളുകൾ ഞങ്ങളെ വിളിക്കാറുണ്ട്, ഇഷ്ടം പോലെ. മുമ്പൊക്കെ ആണെങ്കിൽ ഭാര്യമാർ മാത്രമാണ് വിളിക്കുക. എന്തിന്? ഭർത്താക്കന്മാരുടെ മദ്യപയോഗം കൊണ്ട് പൊറുതിമുട്ടിയ ഭാര്യമാർ. ഇന്നും ആ വിളികളുണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല, ഇന്നും ഉണ്ട്. പക്ഷെ അതിനേക്കാളും എത്രയോ മടങ്ങ് വിളികൾ വേറെയാണ്. ആര്? അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി. എന്തിനാ വിളിക്കണേ? ആവശ്യമൊന്നേ ഉള്ളൂ, പഴയ തന്നെയാണ്. സാറെ രക്ഷിക്കണം സാറേ. ആരെന്നാ രക്ഷിക്കണ്ടേ? ആരെയാ രക്ഷിക്കണ്ടേ എന്നൊരു ചോദ്യത്തിൻ്റെ മറുപടി ഇടക്കാലത്ത് ഒന്ന് മാറിയിരുന്നു. അന്ന് ഞങ്ങളെ വിളിച്ചിരുന്ന രക്ഷിതാക്കളൊക്കെ പറഞ്ഞിരുന്നത്, എൻ്റെ കുട്ടിയെ ലഹരി വസ്തുക്കളുടെ ലോകത്ത് നിന്ന് രക്ഷിക്കണം സാറേ എന്ന് പറഞ്ഞ് കരയുന്ന രക്ഷിതാക്കളായിരുന്നു അന്ന്. ഇന്നിപ്പോൾ വിളികളുടെ എണ്ണം വീണ്ടും കൂടിയിട്ടുണ്ട്. വിളിക്കുന്നത് ആരാണ്? അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയൊക്കെ തന്നെയാണ്. ആവശ്യവും പഴയ തന്നെയാണ്, രക്ഷിക്കണം സാറേ. പക്ഷേ ആരെയാ രക്ഷിക്കേണ്ടേ എന്നൊരു ചോദ്യത്തിൻ്റെ മറുപടി ഇപ്പം വീണ്ടും മാറിയിട്ടുണ്ട്. ഇപ്പോൾ വിളിക്കുന്നവരൊക്കെ പറയുന്നത്, സാറേ ഞങ്ങളെ രക്ഷിക്കണം സാറേ എന്നാ. ആരെന്നാ രക്ഷിക്കണ്ടേ? മക്കളിൽ നിന്ന്, സ്വന്തം മക്കളിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് കരയുന്ന രക്ഷിതാക്കളുടെ നാടായിട്ട് നമ്മുടെ ഈ ഒരു കൊച്ചുനാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഇതൊന്നും എന്നെ ബാധിക്കാത്ത പ്രശ്നമാണ്, എനിക്ക് പേടിയാണ്, എൻ്റെ സ്വന്തമാണ്, ബന്ധമാണ്, സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ് ഇനിയും ലഹരി വസ്തുക്കൾക്കെതിരെ ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഒറ്റ മുന്നറിയിപ്പ് തരാൻ വേണ്ടി മാത്രമാണ് വന്നേ. പഠിക്കലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞൊരു 4-5 വർഷ കാലയളവ് കൊണ്ട് ഇത്രയും മാരകമായ മയക്കുമരുന്നുകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും ഇത്രയും സുലഭമായി എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പടികടന്ന് നമ്മുടെ വീട്ടിലും എത്തിയിട്ടുണ്ടാവും അറിയാഞ്ഞിട്ടാണ്. അറിഞ്ഞിട്ട് എത്തിയിട്ട് കൈകാലിട്ട് അടിച്ച് കരയുന്നതിനേക്കാളും നല്ലത് എത്താതിരിക്കാൻ വേണ്ടത് ചെയ്യുക എന്നുള്ളതാണ്. അതിനെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ 2 കാര്യം. ഒന്ന്, ചേർത്ത് നിർത്തുക നമ്മുടെ മക്കളെ. നമ്മൾ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി ചേരുമ്പോൾ നമ്മുടെ വീട്ടിനുള്ളിൽ പൂത്തുലയുന്നൊരു ലഹരിയുണ്ട്, സന്തോഷത്തിൻ്റെ ഒരു ലഹരി. ആ ഒരു ലഹരി പൂത്തുലയുന്നൊരു സ്ഥലമായിട്ട് നമ്മുടെ വീടുകൾ മാറാനുള്ള കാര്യം ചെയ്യുക. 2, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ലഹരിക്കെതിരെ അതൊക്കെ ചെയ്യുക. ഇതെൻ്റെ ആവശ്യമാണ്. നാട്ടിൽ എവിടെ നടക്കുമ്പോഴും, അത് മഹല്ല് കമ്മിറ്റി നടത്തുകയാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും മതങ്ങളാണെങ്കിലും ക്ലബ്ബുകളാണെങ്കിലും വായനശാലകളും ഒക്കെ ലഹരിക്കെതിരെയുള്ള എന്ത് പരിപാടി നടത്തുമ്പോഴും എൻ്റെ ആവശ്യമാണ്, എൻ്റെ കുട്ടിയുടെ ആവശ്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെ കൂടെ നിൽക്കുക. സാന്നിധ്യം കൊണ്ടെങ്കിലും ശക്തി പകരേണ്ടത് എൻ്റെ ആവശ്യമാണ് എന്നുള്ളൊരു ചിന്ത ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവുക എന്നുള്ളത്. അവിടെ ഒരു ഉറപ്പ് ഞാൻ തരുന്നു. നിങ്ങൾ വിളിക്കുമ്പോൾ വിളിപ്പുറത്ത് പാഞ്ഞെത്തും ഞങ്ങൾ എക്സൈസുകാർ എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഇവിടുത്തെ ഓഫീസെന്ന് പറയുന്നത് പെരിന്തൽമണ്ണയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ പൊന്മള പഞ്ചായത്ത്. ഓക്കെ, സ്ഥലം അറിയില്ല, അതുകൊണ്ടാണ്. പൊന്മള പഞ്ചായത്താണെങ്കിൽ കുറ്റിപ്പുറമാണ്. കുറ്റിപ്പുറത്തുനിന്ന് ഒരു വണ്ടി ഇവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എത്ര ദൂരം ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം. ഇനി കുറ്റിപ്പുറത്തിൻ്റെ അപ്പുറത്ത് വേറെ ഏതെങ്കിലും സ്ഥലത്താണ് ആ വണ്ടി അപ്പം നിൽക്കുന്നതെങ്കിൽ അവരുടെ. അതുകൊണ്ട് തന്നെ വിളിക്കുമ്പോൾ വിളിപ്പുറത്ത് എത്തുന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളാകെ വളരെ കുറച്ച് ആൾക്കാരുള്ളൂ എക്സൈസുകാർ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, വന്നിരിക്കും, വേണ്ട കാര്യം ചെയ്തിരിക്കും, കേട്ടിരിക്കും എന്നൊരു ഉറപ്പേക്ക് തരാൻ പറ്റും, കൂടെ ഉണ്ടാകും. ആ ഒരു ഉറപ്പ് ഇവിടെ വെച്ച് നൽകിക്കൊണ്ട് തന്നെ ഇത്രയും നേരം എന്നെ കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഇങ്ങനെയൊരു വേദി അനുവദിച്ചു തന്നതിന്, ഇതിൻ്റെ ഒരു ഉദ്ഘാടകനായിട്ട് എന്നെ കണ്ടതിന്, ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി ഈ ഒരു ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. വളരെ മനോഹരമായി